Hi guys, welcome to LiTalks. I am Lijo. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഐഫോണിൻ്റെ ഒരു റിപ്പയറിംഗ് വീഡിയോ ആണ്. മറ്റു ഫോണുകളുടെ കൂട്ട് ഒരുപാട് അൽക്കുലത്തെ ഐറ്റംസ് ഗമ്മ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഐഫോൺ SE ആണ് നമുക്കിന്ന് ഡിസ്പ്ലേ ചേഞ്ചിങ്ങിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം അടിപൊളി പരിപാടിയാണ്. കുറേ സ്ക്രൂയിങ്, കുറേ ലോക്കുകളൊക്കെ അഴിക്കുക, തിരിച്ച് സെറ്റ് ചെയ്യുക, ഇമാതിരി പരിപാടി മാത്രമേ ഉള്ളൂ. മോസ്റ്റ് സാറ്റിസ്ഫൈങ് വീഡിയോ ആയിരിക്കും. എല്ലാവരും കാണുക, ഫുൾ കാണാൻ മറക്കരുത്. ഒരു കാര്യം പറയാം, ഐഫോൺ സർവീസ് ചെയ്യുമ്പോൾ എല്ലാവരും കറക്റ്റ് അറിയാവുന്നവരുടെ അടുത്ത്, മുൻപ് ചെയ്ത് പരിചയമുള്ളവരുടെ അടുത്ത് തന്നെ കൊടുത്ത് ശീലിക്കുക. കാര്യം റിസ്ക് കൂടുതലാണ്. ഓക്കെ, ഐഫോൺ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറും പ്ലസിൻ്റെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഒരു ഓപ്പണിംഗ് ടൂളും മാത്രമാണ്. പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങിൻ്റെ ഒരു ബ്രഷും ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ ആദ്യം താഴത്തെ 2 സ്ക്രൂ ഊരുക, എന്നിട്ട് ഡിസ്പ്ലേ പതുക്കെ അഴിക്കാൻ നോക്കുക. ഷട്ട് ഡൗൺ ചെയ്യാൻ മറക്കരുത്. ഡിസ്പ്ലേ പതുക്കെ അഴിക്കുക. ഡിസ്പ്ലേയുടെ താഴ്വശമാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. താഴ്വശം ഓപ്പൺ ചെയ്തിട്ട് സൈഡ് വശം ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഇത് ഊരി വേണം, കേബിൾ ഊരി വിടുക. അത് കഴിഞ്ഞിട്ട് ടച്ച് ഡിസ്പ്ലേ എല്ലാം കൂടെ വരുന്നൊരു പ്ലേറ്റിൻ്റെ അടിയിലാണ് അതിൻ്റെ കണക്റ്റേഴ്സ് വരുന്നത്. അതെല്ലാം അഴിച്ചു വിടുക. ആദ്യം ആ പ്ലേറ്റ് ഊരുക. സ്ക്രൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല, അതാത് സ്ഥാനത്ത് തന്നെ വെക്കാൻ മറക്കരുത്. ഡിസ്പ്ലേ എടുത്ത് കളയരുത്. ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ പുതിയ കോംബോ വന്നിട്ട് ചെക്ക് ചെയ്യുക. പുതിയ കോംബോ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. നല്ല പരിപാടിയാണ്. എല്ലാം ചെക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കീസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലോഗോ വന്നിട്ടുണ്ട്, കീ അടിച്ച് കയറി ബ്രൈറ്റ്നസ് ചെക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, അതേപോലെ ടൈപ്പിംഗ് ടെക്സ്റ്റ്, അതൊക്കെ ചെക്ക് ചെയ്യുക. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനൊക്കെ കൊണ്ട് നമുക്ക് അതിലൊരു എന്താണ് ലോഗോയോ വല്ലതും എടുത്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഫുൾ സ്ക്രീനിൽ മൂവ് ചെയ്യുക. മറ്റ് ഇഷ്യൂസൊന്നും ഇല്ലെന്ന് കൺഫേം ആയി കഴിഞ്ഞിട്ട് ക്യാമറയുടെ സെക്ഷനും താഴെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെക്ഷനും ഊരിയെടുക്കുക. ഫിംഗർ പ്രിൻറ്റ് ഹോം കീ അത് രണ്ടും കൂടെ വരുന്നത് എല്ലാം കൂടെ ഊരിയെടുക്കുക. ക്യാമറയുടെ സെക്ഷന്, ഇയർ പീസ് എല്ലാം ആ ഡിസ്പ്ലേ തന്നെ വരുന്നത്, അതെല്ലാം ഊരി സൂക്ഷിച്ചൂരുക. കേബിൾസ് ഒന്നും പൊട്ടാണ്ട് നോക്കണം. സൈഡിലും കുറേ സ്ക്രൂസൊക്കെ ഉണ്ട്. ഈ സ്ക്രൂസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ട് ചെയ്തു വരിക. സ്ക്രൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫിംഗർ പ്രിൻ്റ് അരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഫിംഗർ പ്രിൻറ്റിൻ്റെ കേബിൾ ഭയങ്കര തിന്നാണ്. നമ്മൾ തൊട്ട് പോയാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് പതുക്കെ ചെയ്യുക. ട്യൂസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പതുക്കെ അവിടെ മൂവ് ചെയ്യണം. കാരണം അതേപോലെ സെൻസിറ്റീവായിട്ടുള്ള ഐറ്റം ഇടുന്നത്. ഫിംഗർ പ്രിൻ്റാണ് ആദ്യം നമ്മൾ പുതിയ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്യാമറയും സെൻസേഴ്സും എല്ലാം കൂടെ വരുന്ന ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ പുറകിലത്തെ പ്ലേറ്റും ക്യാമറ അതേപോലെ ബാക്കി സെൻസേഴ്സ് എല്ലാം കൂടെ ഒറ്റ മൊഡ്യൂളായിട്ടാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഒരു കമ്പോണൻ്റ് പോലും മിസ്സാവരുത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ സെൻസറിൻ്റെ മണ്ടക്കത്തെ കവറാണ്. അതുപോലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത് മിസ് ചെയ്താൽ ചിലപ്പോൾ സെൻസർ വർക്ക് ചെയ്യത്തില്ല, ചിലപ്പോൾ നല്ല വർക്ക് ചെയ്യില്ല. ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ഡീറ്റെയിലിങ്സ് പോലും കറക്റ്റായിട്ട് ചെയ്തു വരണം ഐഫോൺ ചെയ്യുമ്പോൾ. നമുക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺ ചെയ്യുമ്പോൾ സമയം കളയുന്നൊരു പരിപാടിയാണ് ഈ സെൻസറുകളെല്ലാം കറക്റ്റ് സ്ഥലത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഐഫോണിന് മറ്റ് ഫോണുകളെ പോലെ ഗമ്മടിക്കുന്ന പരിപാടിയൊന്നുമില്ല. മൊത്തം ലോക്കുകളുടെ പരിപാടിയാണ്. സെൻസർ സെറ്റ് ചെയ്യാനാണ് നമുക്ക് അത്രയും സമയം വരെ എടുക്കുന്നത്. സെൻസർ, ഫ്രണ്ട് ക്യാമറ, ഇയർ പീസുകൾ അതെല്ലാം കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സമയം എടുക്കും. ഐഫോണൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാവുന്നവരെ തന്നെ കൊടുക്കുക. ഇതിലെന്തെങ്കിലും ഒരു സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പോലും ഈ ഐറ്റംസൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കറക്റ്റായിട്ട് ഇടാതെ മുറുക്കാൻ ശ്രമിച്ചാലും അമങ്ങിപ്പോയിട്ട് കംപ്ലൈൻ്റ് ആവും. രാവിലെ സർവീസിന് കയറി ആദ്യമൊക്കെ ഒരു ഐഫോണൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് ചിന്തിക്കുന്ന കാര്യമുണ്ട്, അന്തസ്സ്. അതായിരുന്നു ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴും ചിന്തിച്ചത്. അന്നത്തെ ദിവസത്തെ ഫസ്റ്റ് വർക്കായിരുന്നത്. നമുക്ക് നല്ലൊരു മൈൻഡാണ് ഫസ്റ്റ് ഇതിങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയാൽ. ഏത് മൊബൈൽ ഫോൺ ചെയ്യുമ്പോഴും ഒരു സ്ക്രൂ മൊബൈൽ ഫോൺ എന്നല്ല, എന്തൊരു സാധനം ചെയ്യുമ്പോഴും അഴിച്ച എല്ലാ സ്ക്രൂകളും അങ്ങനെ തിരിച്ചിടാൻ ശ്രദ്ധിക്കുക. ഫിംഗർ പ്രിൻറ്റിൻ്റെ സെക്ഷനാണ് മുറുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക.
പുതിയ ഡിസ്പ്ലേ ആണ്, അപ്പോൾ ഒരുപാട് ജർക്ക് ഒരുപാട് ഒന്നും ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി, ധൃതി പിടിക്കുകയേ വേണ്ട. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് 4x സ്പീഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ ഞാൻ എന്ത് പതുക്കെയാണ് ചെയ്തതെന്ന്. 4x കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടും 5-7 മിനിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ പരിപാടിയാണിത്. ഇനി അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്ത പുതിയ സെൻസറുകളും എല്ലാ സാധനവും കറക്റ്റായിട്ട് പുതിയ ഡിസ്പ്ലേയിലെല്ലാം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ലോഗോ വന്നിട്ടുണ്ട്. സിമ്മൊക്കെ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു പോർഷനിൽ അതിൻ്റെ മൊത്തം കാണിക്കണില്ല. എൻ്റെ പ്ലേറ്റുകൾ എല്ലാം പഴയതുപോലെ തന്നെ ഒന്നേന്ന് ഇട്ട് വരികയാണ്. ആ പ്ലേറ്റൊക്കെ ഇടുകയാണിപ്പം. പ്ലേറ്റിൻ്റെ സ്ക്രൂകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പം ബോഡിയിൽ ഹോൾ ഇടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ലെങ്ത് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയാൽ ചിലത് കയറിയല്ല പിരി വെട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതാത് സ്ഥാനത്ത് അതാത് സ്ക്രൂകൾ തന്നെ ഇടണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഹോം ബട്ടൺ വരുന്നതും അതും സെറ്റ് ചെയ്യുക. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പ്ലേറ്റ് ഉണ്ട്. ഐഫോൺ ചെയ്യുമ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ അഴിച്ച് സെറ്റൊക്കെ നമ്മുടെ വരുമ്പോൾ കാണാറുണ്ട് ആ ഒരു പ്ലേറ്റ് ഇടാറില്ല. ആ പ്ലേറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കമ്പനി ഒരു സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട്. ചെറിയ വീഴ്ചയിലൊന്നും ഒരു പോർഷൻ പൊങ്ങി പോകാതിരിക്കാനോ അങ്ങനെയൊക്കെയുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലേറ്റ് അവിടെ ഇട്ടേക്കുന്നത്. പലർക്കും അത് അറിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ അത് ഇടാറില്ല പലപ്പോഴും. താഴെ വീണിട്ട് ടച്ച് വർക്ക് ചെയ്യാതെ വരുന്ന മിക്കവാറുള്ള എല്ലാത്തിനും വരുന്നതാണ്. പ്ലേറ്റ് ഇല്ലാതെ അവസ്ഥയിലാണ് കൂടുതൽ അങ്ങനെ വരുന്നത്. ഈ മുഴുവൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ അവസാനത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് മറ്റ് ഫോണുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കാണിക്കാനൊക്കെ ഉണ്ട്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.